നമസ്കാരം. അഫ്ഗാനിസ്ഥാനിൽ ബച്ച ബസി എന്നറിയപ്പെടുന്ന ദുരാചാരം ഇപ്പോഴും തുടരുകയാണ് എന്ന് റിപ്പോർട്ട്. പ്രായപൂർത്തിയാകാത്ത ചെറിയ ആൺകുട്ടികളെ പെൺവേഷം കെട്ടിച്ച് നൃത്തം ചെയ്യിക്കുകയും പിന്നീട് ഇത് കാണാനെത്തുന്ന താലിബാൻ ഭീകരന്മാർ ഉൾപ്പെടെയുള്ളവർ ഈ കുട്ടികളെ വാങ്ങിക്കൊണ്ടുപോയി ക്രൂരമായി ലൈംഗിക പീഡനം നടത്തുകയും ചെയ്യുന്ന രീതിയാണ് ബച്ച ബസി എന്ന് പറയുന്നത്. ഇപ്പോഴും ഇത് അഫ്ഗാനിസ്ഥാനിൽ തുടരുന്നു എന്നാണ് ഇത് സംബന്ധിച്ച ദൃശ്യങ്ങൾ സൂചിപ്പിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഈയിടെ ഇത് സംബന്ധിച്ച നിരവധി ദൃശ്യങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. 13-ാം നൂറ്റാണ്ട് മുതലാണ് ഈ ഒരു ദുരാചാരം അഫ്ഗാനിസ്ഥാനിൽ നിലനിന്നിരുന്നത്. കൗമാരപ്രായത്തിലും താഴെയുള്ള ചെറിയ ആൺകുട്ടികളെയാണ് ഇത്തരത്തിൽ ഇവർ ദുരുപയോഗം ചെയ്തിരുന്നത്. സാമ്പത്തികമായി ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വീട്ടുകാർ പലരും തങ്ങളുടെ ആൺകുട്ടികളെ ഇത്തരത്തിൽ വിൽപ്പന നടത്തുകയും അതല്ലെങ്കിൽ ദത്ത് നൽകുകയൊക്കെ ചെയ്യുന്ന രീതിയാണ് പിന്തുടരുന്നത്. ഈ കുട്ടികളൊക്കെ തന്നെ പിന്നീട് കരുത്തന്മാരായ പുരുഷന്മാരുടെ കയ്യിൽ നിന്ന് അതിക്രൂരമായ തോതിലുള്ള ലൈംഗിക പീഡനം അനുഭവിക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. മാത്രവുമല്ല, ഇവരെയൊക്കെ തന്നെ ലൈംഗിക അടിമകളാക്കുന്ന രീതിയാണ് അവിടെ പതിറ്റാണ്ടുകളായി നിലനിന്നിരുന്നത്. എന്നാൽ താലിബാൻ ഈ കാര്യത്തെ പരസ്യമായി തന്നെ എതിർക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ താലിബാൻ അവിടെ അധികാരം ഉറപ്പിച്ചിരുന്ന കാലത്തൊക്കെ തന്നെ ഈ ഒരു ദുരാചാരത്തിനെതിരെ അവർ ശക്തമായ നിലപാടെടുക്കുകയും ഇതിലേർപ്പെടുന്നവരെ പിടികൂടി കഠിനമായി ശിക്ഷിക്കുകയൊക്കെ തന്നെ ചെയ്തിരുന്നു. എന്നാൽ 2001 അമേരിക്കൻ അധിനിവേശത്തോടുകൂടി താലിബാന് ഭരണം നഷ്ടപ്പെട്ട സമയത്താണ് വീണ്ടും അവിടുത്തെ വലിയ യുദ്ധപ്രഭുക്കന്മാർ ഉൾപ്പെടെയുള്ളവർ ഈ അനാചാരം വീണ്ടും ആരംഭിച്ചത്. പലപ്പോഴും വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം ഈ കുട്ടികൾ മറ്റേതെങ്കിലും സ്ഥലങ്ങളിലേക്ക് ജോലി തേടി പോകാൻ പോലും നിർബന്ധിതരാണ്. ഇത്തരത്തിൽ ജോലി തേടി ഇറങ്ങുന്ന കൊച്ചു കുട്ടികളെ ട്രക്ക് ഡ്രൈവർമാരും മറ്റും ജോലി നൽകി തരാം എന്ന് വാഗ്ദാനം നൽകി പലപ്പോഴും ഈ ബച്ച ബസ്സിയിലേക്ക് എത്തിക്കുന്ന പതിവ് ഇപ്പോഴും അഫ്ഗാനിസ്ഥാനിൽ തുടരുകയാണെന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ താലിബാൻ ഭരണം വീണ്ടും തിരിച്ചെത്തി എങ്കിലും ഈ ബച്ച ബസ്സി എന്ന ദുരാചാരം ഇപ്പോഴും തടസ്സമില്ലാതെ തുടരുകയാണ് എന്നാണ് റിപ്പോർട്ട്. എന്നാൽ അതീവ രഹസ്യമായിട്ടാണ് ഇത് ചെയ്യുന്നത് എന്ന് മാത്രം. അതേസമയം അമേരിക്ക പുറത്തുവിട്ട ഒരു റിപ്പോർട്ട് അനുസരിച്ച് കഴിഞ്ഞ വർഷമാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നത്. താലിബാൻ ഈ ബച്ച ബസ്സി എന്ന ഈ ദുരാചാരത്തെ എതിർക്കുന്നുണ്ട് എങ്കിലും അവരും അവരുടെ സൈന്യത്തിൽ ഈ ഇത്തരത്തിലുള്ള കൊച്ചുകുട്ടികളെ റിക്രൂട്ട് ചെയ്യുകയും അവരെ ബച്ച ബസ്സിയുടെ മറ്റൊരു രൂപത്തിൽ ലൈംഗിക അടിമകളാക്കി പീഡിപ്പിക്കുന്ന രീതിയും തുടരുകയാണെന്നാണ് ആരോപണമുള്ളത്. ഏതായാലും അഫ്ഗാനിസ്ഥാനിലെ കുടുംബങ്ങളിലെ ദാരിദ്ര്യം തന്നെയാണ് പലപ്പോഴും തങ്ങളുടെ ആൺകുട്ടികളെ ഇത്തരത്തിലുള്ള ക്രൂരകൃത്യങ്ങളിലേക്ക് എറിഞ്ഞു കൊടുക്കാൻ വീട്ടുകാരെ പ്രോത്സാഹിപ്പിക്കുന്നത്. അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകളുടെ സ്ഥിതി നമുക്ക് നന്നായിട്ട് അറിയാം. അവർക്ക് ഒരിക്കലും ഒരു മനുഷ്യൻ്റെ പരിഗണന പോലും നൽകാത്ത രീതിയിലാണ് താലിബാൻ ഭരണകൂടം അവിടെ ഭരണം നടത്തുന്നതും മറ്റും. പെൺകുട്ടികളെ പഠിക്കാൻ പോലും അനുവദിക്കാത്ത അവസ്ഥയാണുള്ളത്. ഇപ്പോൾ ഈ ഒരു വിവരം അനുസരിച്ച് പെൺകുട്ടികൾ മാത്രമല്ല ആൺകുട്ടികളും അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാളും വലിയ ദുരന്തങ്ങളാണ് ഇപ്പോൾ അവിടെ നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. 2018 ബച്ച ബസ്സി എന്ന ഈ ഒരു ക്രൂരമായ ഏർപ്പാട് അന്നത്തെ താലിബാൻ ഭരണകൂടം നിരോധിച്ചിരുന്നു എങ്കിലും പിന്നീട് ഇത് അനുസ്യൂതം ഇപ്പോഴും തുടരുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 2024 അമേരിക്ക ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്റ്റേറ്റ് ട്രാഫിക്കിംഗ് ഇൻ പേഴ്സൺസ് റിപ്പോർട്ട് അനുസരിച്ച് അഫ്ഗാനിസ്ഥാനിൽ ബച്ച ബസ്സി നടത്തുന്നവരിൽ സമുദായ നേതാക്കളും സൈനിക കമാൻഡർമാരും പോലീസ് സർക്കാർ ഉദ്യോഗസ്ഥരുമെല്ലാം ഉൾപ്പെടുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ വളരെ പാവപ്പെട്ട കുടുംബങ്ങളിലെ രക്ഷകർത്താക്കൾ തങ്ങളുടെ കുട്ടികളെ ഇത്തരത്തിലുള്ള ഉന്നതന്മാർക്ക് നൽകി പണം കൈപ്പറ്റുന്ന രീതി ഇപ്പോഴും തുടരുകയാണ് എന്ന് പറയുമ്പോൾ അഫ്ഗാനിസ്ഥാനിലെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണെന്ന് നമുക്ക് ഊഹിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ. നൂറ്റാണ്ടുകളായി തുറന്നു വന്നിരുന്ന ഈ ദുരാചാരത്തിന് ഇടയ്ക്ക് പലപ്പോഴും പരസ്യമായി നിയന്ത്രണങ്ങൾ വന്നിരുന്നു എങ്കിൽ പോലും ഇപ്പോഴും ഇവ തടസ്സമില്ലാതെ തുടരുന്നു എന്നുള്ളത് ശരിക്കു പറഞ്ഞാൽ ആഗോളതലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമായി മാറിയിരിക്കുകയാണ്.